34 പന്തിൽ 94 റൺസ് എത്തി നിൽക്കുകയാണ് ബൗളർ റാഷിദ് ഖാൻ. ബാറ്റ് ചെയ്യാൻ പോകുന്ന ഏതൊരു വ്യക്തിക്കും എങ്ങനെയെങ്കിലും ഒരു സെഞ്ചുറി തികയ്ക്കാൻ വേണ്ടി പരിശ്രമിച്ച് കഷ്ടപ്പെട്ടിതുവരെ എത്തിയതല്ലേ, ഒന്ന് പതുക്കെ കളിക്കാമെന്ന് തോന്നാം. പക്ഷേ 14കാരനായ വൈഭവ് സൂര്യവംശിക്ക് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. റാഷിദ് ഖാനെ പോലെ ഒരു ലോകോത്തര ബൗളർ വന്ന് എറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പന്ത് ഫേസ് ചെയ്യുമ്പോൾ തന്നെ മിഡ് വിക്കറ്റിലൂടെ ഒരു സിക്സർ നേടുകയാണ്. 35 പന്തിൽ സെഞ്ചുറി തികയ്ക്കുന്നു. ഈ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി. മുന്നിലുള്ളത് 30 പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയ സാക്ഷാൽ ക്രിസ് ഗെയിൽ മാത്രമാണ്. വൈഭവ് സൂര്യവംശി IPL രാജസ്ഥാൻ റോയൽസ് ടീമിലേക്ക് ലേലത്തിലൂടെ വരുമ്പോൾ തന്നെ ചർച്ചകൾ ഒരുപാടായിരുന്നു. ഈ ചെറുക്കന് ഇത്രയും പ്രായമേ ഉള്ളോ, അതോ കള്ള സർട്ടിഫിക്കറ്റ് ആണോ തുടങ്ങി ട്രോളുകൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിംഗ് കരിയറിനെയും നമ്മൾ കുറച്ച് കാണരുത്. 14 വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൊക്കെ തന്നെ അന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പവും തൻ്റെ സുഹൃത്തുക്കളോടൊപ്പവും മറ്റു പല ചർച്ചകൾ നടത്തുക, സ്കൂളിൽ ക്ലാസ് കട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു ഭാഗത്ത് സംഭവിക്കുന്നത്. എന്നാൽ വൈഭവിന് കാര്യങ്ങൾ വ്യത്യസ്തമാണ്. IPL രാജസ്ഥാൻ റോയൽസ് ടീമിലേക്ക് അദ്ദേഹത്തിന് എടുത്തപ്പോൾ പോലും ആദ്യത്തെ മത്സരങ്ങളിലൊന്നും വൈഭവിന് അവസരം കിട്ടിയിരുന്നില്ല. പക്ഷേ പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോൾ അത് മുതലാക്കുകയും ചെയ്തു. ഇമ്പാക്ട് പ്ലെയറായിട്ടാണ് ആദ്യം എത്തിയത്. പിന്നാലെ വീണ്ടും ടീമിലേക്ക് ഇടം പിടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വൈഭവ് തൻ്റെ സെഞ്ചുറി നേട്ടം തികയ്ക്കുകയാണ്. ഒരു ഹിന്ദി ചിത്രമുണ്ട്, ചെയിൻകുലി കി മേൻകുലി. അതിലൊരു 13 വയസ്സുകാരനായ കരൺ എന്ന കഥാപാത്രം ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നതായിരുന്നു. അതൊരു പക്ക ഫാൻറ്റസി കഥയായിരുന്നു എന്ന് അന്ന് മുതൽ തന്നെ സംസാരിച്ചിരുന്നു. പക്ഷേ ഇന്നതൊരു ഫാൻറ്റസി അല്ല, അതൊരു റിയാലിറ്റി ആയി മാറിക്കഴിഞ്ഞു. ഒരു 14 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഒരു IPL പ്രധാനപ്പെട്ട ഒരു ടീമിലെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് എത്തി നിൽക്കുകയാണ്. 40 പന്തിൽ നിന്നും 70 റൺസ് നേടിയ യശസ്വി ജയ്സ്വാളിന്റെ ഇന്നിങ്സ് ആരും ഓർക്കുന്നത് പോലുമില്ല. കാരണം എല്ലാവരും സംസാരിക്കുന്നത് വൈഭവ് സൂര്യവംശി എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ്. തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഇഷാന്ത് ശർമ്മയെ അടിച്ച് തൂഫാനാക്കി ഗ്രൗണ്ടിന് 4 പാടും പറത്തിയപ്പോൾ അവസാനം ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ടവലെടുത്ത് തലയിലും കൊണ്ടുവച്ച് ഡഗ്ഔട്ടിൽ മാറി നിന്നുകൊണ്ട് ഇഷാന്ത് ശർമ്മ കരയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. കാരണം അമ്മാതിരി അടിയാണ് ചെക്കൻ അടിച്ചത്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ വൈഭവ് സൂര്യവംശിയുടെ ഇന്നിങ്സ് കാണും. അദ്ദേഹത്തിൻ്റെ ബൗണ്ടറികളും സിക്സറുകളും പറക്കുന്നതും ഒക്കെ തന്നെ ബൗണ്ടറി ലൈനിന് തൊട്ട് വെളിയിലൊന്നുമല്ല, നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്താണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്രയും നാൾ എവിടെ പോയിരുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം പ്രായം 14 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ അവസരം അദ്ദേഹം കൃത്യമായി മുതലാക്കുകയും ചെയ്തു. ചെറിയ ചെറുക്കൻ എന്തിനാണ് ടീമിലെടുത്തത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് സർ വൈഭവ് സൂര്യവംശി എന്നിവരെ വിളിക്കാൻ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. വീൽ ചെയറിലിരുന്ന രാഹുൽ ദ്രാവിഡ് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. എവിടെ പോയി വീൽ ചെയർ എന്ന് രവിശാസ്ത്രി ചോദിക്കുകയും ചെയ്തു. അങ്ങനെ കമൻട്രിയിലും എല്ലാ രീതിയിലും വൈഭവ് സൂര്യവംശി ഇസ് ബീയിങ് ട്രെൻഡിങ്. അത് ഇന്ത്യ ഒട്ടാകെ മാത്രമല്ല, ലോക ക്രിക്കറ്റ് ഉറ്റുനോക്കുകയാണ്. ലസിത് മലിംഗയുടെ പോസ്റ്റ് വരുന്നു, വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. ഒരു ഇടിമിന്നൽ ഡെത്ത് ബോളർ അതുപോലൊരു പോസ്റ്റ് ഇടണമെങ്കിൽ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ വൈഭവ് സൂര്യവംശിയുടെ റേഞ്ച്? കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ ഏറ്റവും വലിയൊരു സ്കോറ് വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്ന് ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഗുജറാത്തിന് ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു, മത്സരം ഒന്ന് ടൈറ്റെങ്കിലും ആക്കാൻ കഴിയുമെന്ന്. പക്ഷേ ടൈറ്റ് പോയിട്ട് ഒരു രീതിയിലും ടൈ എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് വൈഭവ് സൂര്യവംശി തൻ്റെ ഇന്നിങ്സ് പേസ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി, 35 പന്തിൽ നിന്നും സെഞ്ചുറി തികയ്ക്കുക. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് പോലും നമ്മളൊരു സെഞ്ചുറി നേട്ടത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഒരു അർദ്ധ സെഞ്ചുറിയെങ്കിലും തികയ്ക്കാൻ പറ്റുമോ? കാരണം പ്രഷറാണ്. ആ പ്രഷർ പോലും മറികടന്നുകൊണ്ടാണ് തൻ്റെ സ്വതസിദ്ധമായ ഇന്നിങ്സ് കൊണ്ട് വൈഭവ് എല്ലാവരെയും കയ്യിലെടുത്തിരിക്കുന്നതെന്ന് പറയും. കൃത്യമായ ഒരു T20 മോഡൽ ഇന്നിങ്സ്, അത് പേടിയില്ലാതെ തൻ്റെ ഷോട്ടുകളെല്ലാം കളിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വൈഭവ് ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. 14 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ്റെ കരിയർ ഇനി എത്രയോ മുന്നിൽ കിടക്കുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ പോലും വൈഭവ് എന്ന് പറയാനല്ലാതെ വേറൊന്നും പറയാൻ സാധിക്കില്ല. ആ ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് പേസ് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകളൊക്കെ തൊട്ടരികിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് വൈഭവ് കയറുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രസക്തിയുമില്ല. മുന്നിൽ നിന്ന് നയിക്കുകയാണ് വൈഭവ് സൂര്യവംശി എന്ന 14കാരൻ. ഇന്നലെ മത്സരം കഴിഞ്ഞപ്പോൾ പോലും ടീമിന് മുന്നിൽ നിന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാനും വൈഭവാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ എല്ലാവരും വൈഭവിന് പുറകെയാണ്. ഒരു മത്സരം മാത്രം കൊണ്ടല്ല വൈഭവ് ഈ നേട്ടത്തിലേക്ക് എത്തിയത്. ആദ്യ മത്സരം മുതൽ തന്നെ തൻ്റെ അറ്റാക്കിംഗ് ശൈലി വൈഭവ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ മത്സരത്തിലേക്ക് ഒരു സെഞ്ചുറി എന്ന രൂപയിൽ എത്തിയത് മാത്രമേ ഉള്ളൂ. സെഞ്ചുറി നേട്ടത്തിൽ അദ്ദേഹം ബാറ്റ് കൊണ്ട് സലാം പറഞ്ഞത് തൻ്റെ രാജസ്ഥാൻ മാനേജ്മെൻറ്റിനോട് കൂടിയാണ്. അപ്പോൾ ഇനിയുള്ള കളികളിൽ ഞാനും ഉണ്ടാവുമല്ലേ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. അവിടെ നിന്ന് എത്രയോ ദൂരം ഇനിയും മുന്നോട്ട് പോകാനുള്ള വൈഭവിൻ്റെ കരിയറിനെ പറ്റി സംസാരിക്കാൻ ഒരുപാടുണ്ടാകാം. അതുകൊണ്ട് തന്നെ വൈഭവിൻ്റെ കഴിഞ്ഞ ഇന്നിങ്സ് എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.